തൃശൂർ നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾ ലഹരിക്ക് അടിമകൾ. കൊലപാതകം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതികൾ കഞ്ചാവ് വലിക്കുകയായിരുന്നു. അരമണിക്കൂറോളം പരസ്പരം വാക്കുതർക്കത്തിന് ശേഷമാണ് 14-കാരൻ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. തൃശൂർ സ്വദേശി ലിവിനാണ് മരണപ്പെട്ടത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, 14 വയസ്സുള്ള ആളാണ് ഈ കൊലക്കേസിലെ പ്രതി. പോലീസ് ഈ യുവാവിനെ അല്ലെങ്കിൽ ഈ പയ്യനെ പിടികൂടിയിട്ടുണ്ടോ? എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കോ ഗ്രൂപ്പിനോട് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടാവുന്നത്. 2 പ്രായപൂർത്തിയാവാത്തവർ ചേർന്ന് ലിവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കഞ്ചാവിന്റെ ഉപയോഗത്തിന് പുറമെ ഇവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അരമണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിലാണ് ഈ പ്രതിയായ 14-കാരൻ ഇത്തരത്തിൽ കത്തിയെടുത്തുകൊണ്ട് ഈ ലിവിനെ കുത്തിയത്. ഈ നെഞ്ചിലേറ്റ ഒരൊറ്റ കുത്തിൽ തന്നെ ലിവിൻ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഈ പ്രായപൂർത്തിയാകാത്ത ഈ 2 പ്രതികൾക്ക് മുൻപും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. മുൻപ് ഇവർക്കെതിരെ സ്വഭാവത്തിന്റെ പേരിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നിട്ടും ഇവർ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. സഹപാഠിയെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പ്രതിയായ 14-കാരനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. അപ്പോൾ സംഭവത്തിൽ മുൻവൈരാഗ്യമില്ലെന്നും ഈ പ്രതികളായ കുട്ടികൾ കഞ്ചാവിന് അടിമകളാണെന്നുമാണ് ഇപ്പോൾ പുതിയ ഒരു നിഗമനം. ഇക്കാര്യത്തിൽ ഉറപ്പിക്കാൻ വൈദ്യപരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ച് ഈ 14-കാരന്റെ കത്തിയത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾ ലഹരിക്ക് അടിമകളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കൊലപാതകത്തിൽ 14 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തൃശൂർ സ്വദേശി ലിവിനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.